ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വെട്ടിയിട്ട ചക്ക കിടക്കുന്ന പോലെ കിടക്കുകയാണ് കേട്ടോ. എന്താ ഏതാ എന്നൊന്നും അറിയത്തില്ല. വയറ്റിന്നാണെങ്കിൽ പോക്കോ പോക്ക്, ഒരു തരത്തിലും രക്ഷയില്ല. അങ്ങനെ ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഫുഡ് പോയ്സൺ എങ്ങാണ്ടാണ് സംഭവം. എന്താ കഴിച്ചതെന്നൊക്കെ ചോദിച്ചപ്പം ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും കഴിച്ചില്ല ഡോക്ടർ എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഞാൻ കുറച്ച് ടാബ്ലറ്റ് തരാം, അതൊക്കെ കഴിച്ചു നോക്ക്. അല്ലാതെ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഇനി കുറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഏതായാലും ടാബ്ലറ്റ് ഞാൻ തരാം. അത് കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഈ വയറ്റിൽ നിന്ന് പോക്കങ്ങ് നിൽക്കുന്നു. ഏതായാലും ചന്ദ്ര വയറ്റിൽ നിന്ന് പോയി 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 ചന്ദ്ര അങ്ങ് ഇല്ലാണ്ടായിട്ടോ. അങ്ങനെ തളർന്ന് കുത്തിക്കിടക്കാണ്. കഞ്ഞിയോ വെള്ളമോ ചൂടുവെള്ളമോ ഒക്കെ കൊടുക്കാൻ ഡോക്ടർ പറയുന്നുണ്ട്. ഏതായാലും ഡോക്ടറൊക്കെ നോക്കിയിട്ട് അങ്ങ് പോയിട്ടോ. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ ഇപ്പം പറഞ്ഞത് കേട്ടില്ലേ. അത് പിന്നെ കുറച്ചു നേരം മുമ്പ് ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, അല്ലേ ഈ ഫുഡ് പോയ്സൺ ആകാൻ മാത്രം അമ്മ എന്താ കഴിച്ചത്? അത് ഞാനൊന്നും കഴിച്ചില്ല. അല്ല ആൻറ്റി പുറത്തുനിന്ന് വല്ലതും കഴിച്ചോ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ ശ്രുതി. അപ്പം പറഞ്ഞു ഇല്ല, ഞാൻ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല. അപ്പം പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിൽ നിന്നായിരിക്കുമല്ലോ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ നമ്മളിതേ വയറുമണി പോലെ നടക്കുമല്ലോ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ആകെ മൊത്തം അവിടെ ആ ഒരു ചർച്ചാ വിഷയമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എങ്ങോട്ടേക്കാ പോയത്? ആ ചേച്ചിയുടെ അടുത്ത് പോയി. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതല്ലേ, അത് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ രേവതി പോയി തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു, രേവതി നീ ഇതെവിടെ പോയതാ? അത് പിന്നെ അത് അല്ല ഇപ്പം ആരാ വെളിയിലേക്ക് ഇറങ്ങിപ്പോയത്? അത് ഡോക്ടർ. അല്ല ഡോക്ടർ എന്തിനാ വന്നത്? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. അമ്മയ്ക്ക് സുഖമില്ലെന്നോ? അയ്യോ, എന്താ എന്താ പറ്റിയത്? അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് ഓടി പോവാണ് കേട്ടോ. കാരണം എന്താ പറ്റിയതെന്ന് നമ്മുടെ രേവതിക്ക് അറിയാം. അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെ കിടന്ന് വീണ്ടും വിളിക്കും, അയ്യോ എനിക്ക് വയ്യേ, ഇത് കുറയുന്നില്ലേ എൻ്റെ ഈശോയെ. അല്ല എൻ്റെ ഈശോയെ എന്നല്ല കേട്ടോ, സോറി, ഞാൻ എപ്പോഴും വിളിക്കുന്നവരെ അങ്ങ് വിളിച്ചത് എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കണം. അവിടെ ഈ രേവതി വന്നിട്ട് എന്താ പറ്റിയത്, എന്താ വെച്ചാ അമ്മയ്ക്ക് പറ്റിയത്? അത് പിന്നെ എന്താണെന്ന് അറിയില്ല മോളെ, ഫുഡ് പോയ്സൺ എന്നാ പറഞ്ഞത്. അല്ല രാവിലെ ആൻറ്റി എന്താ കഴിച്ചത് എന്നിങ്ങനെ നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാൻ ഇഡലിയും സാമ്പാറും. അല്ല നമ്മളും അത് തന്നെയല്ലേ ശ്രുതി കഴിച്ചത്, എന്നിട്ട് നമുക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, അല്ല ചന്ദ്രൻ, നീ വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി കഴിച്ചായിരുന്നോ? ഇല്ല എൻ്റെ പൊന്നി രവിയേട്ടാ, ഞാൻ ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അല്ല ഞാൻ നിങ്ങൾക്ക് തരാതെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുവോ? ഇടയ്ക്കൊക്കെ അമ്മ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. പോടാ, നീ മിണ്ടാതെ പോടാ എന്ന് നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ ഇവള് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുമില്ല, ഇവളായിട്ടുണ്ടാക്കി കഴിച്ചിട്ടുമില്ല. അല്ല നമുക്ക് മാത്രം ഫുഡ് പോയ്സണും ഇല്ല, ഇവക്ക് മാത്രം ഫുഡ് പോയ്സൺ. ഇതിപ്പോ എങ്ങനെയായിരിക്കുമോ വന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛ അമ്മ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിരുന്നു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, ആ അതെ, ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചായിരുന്നു. പക്ഷേ അത് അത് ഞാൻ കുടിക്കാറുള്ളതല്ലേ, പതിവല്ലേ. ഇവൾ ഉണ്ടാക്കി വെച്ചിരുന്ന പൈനാപ്പിൾ ജ്യൂസാണ് ഞാനെടുത്ത് കുടിച്ചത്. അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഫുഡ് പോയ്സന് അത് വേറെ ആരും കഴിച്ചില്ലല്ലോ, ഞാൻ മാത്രമല്ലേ കഴിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഈ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ദഹനത്തിനൊക്കെ നല്ലതല്ലേ. അതും കൊണ്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, കേട് വന്ന പൈനാപ്പിൾ ജ്യൂസും കൊണ്ടായിരിക്കും ഇവിടെ ഉണ്ടാക്കിയത്, അതായിരിക്കും. അല്ല ശ്രുതി, അത് പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഉള്ള പൈനാപ്പിൾ ആയിരുന്നു. പിന്നെ ഞാൻ സച്ചേട്ടന് ഉണ്ടാക്കാനേ അല്ല സച്ചേട്ടന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസാ അമ്മ എടുത്ത് കുടിച്ചത്. ഓ, അവനുണ്ടാക്കിയ ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഫുഡ് പോയ്സൺ വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനല്ല, സോറി, സച്ചു പറഞ്ഞു, അല്ല അച്ഛനല്ലേ പൈനാപ്പിൾ മേടിച്ചോണ്ട് വന്നത്, അച്ഛൻ എങ്ങനെ മോശം പൈനാപ്പിൾ ഒന്നും മേടിച്ചോണ്ട് വരില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ആര്? ഞാൻ പൈനാപ്പിൾ മേടിച്ചോണ്ട് വന്നത്? എപ്പം ഞാൻ പൈനാപ്പിൾ മേടിച്ചോണ്ട് വന്നു? ഞാനൊന്നും പൈനാപ്പിൾ മേടിച്ചോണ്ട് വന്നിട്ടില്ലെന്ന്. അപ്പോഴത്തേക്കും അല്ല രവതി, നീയല്ലേ പറഞ്ഞത് അച്ഛൻ മേടിച്ചോണ്ട് വന്നു പൈനാപ്പിൾ ജ്യൂസ്, അത് അച്ഛൻ എനിക്ക് അടിച്ചു തരാൻ പറഞ്ഞെന്ന്. ഏ
നീ എന്തിനാ അങ്ങനെ പിന്നെ പറഞ്ഞത്? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇതെന്താ രേവതി, നീ എന്തിനാ വെറുതെ നുണ പറഞ്ഞത്? ഞാൻ പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചോണ്ട് വന്നിട്ട് ഇവനോ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു? ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആകെപ്പാടെ പെട്ട് കേട്ടോ. രേവതി പറഞ്ഞു, അത് പിന്നെ അത് അത് ഞാൻ ആ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചത് വേറൊന്നിനുമല്ല, സച്ചേട്ടന് കൊടുക്കാൻ തന്നെയാ. പക്ഷെ ഞാനതിലൊരു പൊടി, അല്ല, മരുന്ന് മരുന്ന് മരുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രൻ, മരുന്നോ? എന്ത് മരുന്ന്? അത് അത് പിന്നെ ഈ സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നവരുടെ കള്ളുകുടി പെട്ടെന്ന് നിർത്താനുള്ള ഒരു മരുന്ന്. ആ മരുന്ന് ഞാൻ അതിനകത്ത് ഇട്ടു. അപ്പോഴെന്നെ അച്ഛൻ വിളിച്ചത്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തിരുന്ന പൈനാപ്പിൾ ജ്യൂസ് അമ്മ എടുത്ത് കുടിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇടി ദ്രോഹി, അപ്പൊ നീ അതിനകത്ത് എന്ത് മരുന്നാടി ചേർത്തത്? മനുഷ്യനെ കൊല്ലാനുള്ള മരുന്നായിരിക്കും അല്ലേടി? നിന്നെ ഉണ്ടല്ലോടി ഞാൻ. മനുഷ്യൻ ഇവിടെ കിടന്ന് പാട് പെടുമായിരുന്നു. അവൾ ഓരോ മരുന്ന് ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, എന്താ രേവതി നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ സച്ചേട്ടൻ്റെ കൂടി നിർത്താൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്തത്. ഒരിക്കലും മനഃപൂർവ്വം അത് വേറെ ആരും എടുത്ത് കുടിക്കുന്നൊന്നും ഞാൻ ഓർത്തില്ല. സച്ചേട്ടൻ്റെ കുടി മാറുന്ന എന്നോട് ഒരു വൈദ്യം പറഞ്ഞു. അതനുസരിച്ചാ ഞാൻ ആ മരുന്ന് പൈനാപ്പിൾ ജ്യൂസിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചേർത്തത്. പിന്നെ സച്ചേട്ടൻ വെറുതെ തന്നു കഴിഞ്ഞാൽ കുടിക്കില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ പറഞ്ഞാൽ സച്ചേട്ടൻ എന്ത് ചെയ്യൂല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അച്ഛനാ പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചോണ്ട് വന്നതെന്നും അച്ഛനാ ജ്യൂസ് സച്ചേട്ടന് തരാൻ പറഞ്ഞതെന്നൊക്കെ. അതുകൊണ്ടല്ലേ സച്ചേട്ടൻ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ ജ്യൂസ് എടുക്കാൻ പോകുമ്പോൾ അമ്മ ഇത് കുടിച്ചോണ്ട് നിൽക്കുക. എന്നിട്ട് ഇപ്പോഴാണോടി നീ ഇത് പറയുന്നത്? എന്നിട്ട് ഞാനത് കുടിച്ചത് കാണുകയും ചെയ്തു. നീ ഇവിടെ നിന്ന് സ്ഥലവും വിട്ടു പോയല്ലേടി? അയ്യോ, അപ്പൊ എനിക്ക് എന്തോ പറ്റിയതാണോ? എൻ്റെ ദൈവമേ, ഇവൾ ഒറ്റ ഒരുത്തി കാരണം എൻ്റെ ജീവിതം പോയി എന്ന് കൂട്ടിക്കണ്ടാ മതി. ഒരു സമാധാനം തരത്തില്ലാത്തവള്. ഇവള് കഴിക്കുന്നത് എങ്ങനെ വിശ്വസിച്ച് കഴിക്കാനാ? എടീ, നിന്നെ ഞാൻ കൊല്ലൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് കഴുത്തയിലങ്ങ് പിടിക്കാൻ ചെന്നില്ലപ്പോഴത്തേക്ക് രവീന്ദ്രൻ, ചന്ദ്ര എവിടെ കിടക്കാൻ പറഞ്ഞു. രവിയേട്ട ഇത് കണ്ടില്ലേ? ഇവള് ഇതെല്ലാം പറഞ്ഞിട്ട് രവിയേട്ട നോക്കിക്കൊണ്ടിരിക്കുക. ഇവള് മനഃപൂർവ്വം എന്നെ കൊല്ലാൻ ചെയ്തല്ലേ? അതിനവള് മനഃപൂർവ്വം ചെയ്തല്ലോ ചന്ദ്ര. അവക്ക് ഒരബദ്ധം പറ്റിയതല്ലേ. അവള് കാരണമല്ല. സത്യം പറഞ്ഞ ഇത് വേറെ ചിലര് കാരണമാണ് സംഭവിച്ചത്. ഓരോരുത്തരുടെ കൂടി മാറ്റാൻ വേണ്ടി ഈ പെങ്കൊച്ച് ശ്രമിച്ചതല്ലേ എന്ന്. ഏതായാലും നമ്മുടെ സച്ചി അങ്ങ് വല്ലാണ്ടായി പോയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, വേറൊന്നുമല്ല, ഒരു കുടിയനായി മാറിയില്ലേ നമ്മുടെ സച്ചി, കുടിയൻ. അതുകൊണ്ടാണല്ലോ കുടി നിർത്താൻ മരുന്ന് നമ്മുടെ രേവതി ചെയ്യാൻ നോക്കിയത്. ഏതായാലും ആകപ്പാടെ സീൻ ഗോൺട്രയായി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ എന്തോരം ശ്രമിച്ചാലും ഈ ഈ സച്ചിയുടെ കുടി നിൽക്കാൻ പോകുന്നില്ല. അവൻ വേണമെങ്കിൽ മദ്യത്തില് മരുന്ന് കലക്കി കുടിക്കും, അല്ലാതെ കുടി നിൽക്കത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, രേവതി, ആന്റിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നീ ചിന്തിച്ചോ? എനിക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടിയല്ലേ മോളെ ശ്രുതി ഇവളങ്ങനെ ചെയ്തത്? പറ്റാൻ വേണ്ടി തന്നെ ഇവള് ചെയ്ത്. ഇവള് മനഃപൂർവ്വമാ ആ മരുന്ന് അവിടെ കൊണ്ടുവച്ച് തന്നിട്ട് ഒന്നും പറയാതെ അവളെ ഇവിടുന്ന് സ്ഥലം വിടുവോ? ഇവിടുന്ന് പോയത് ഞാൻ മരിക്കട്ടെ എന്ന് കരുതി തന്നെയാ. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയാതെ മിണ്ടായിരിക്കടി. എന്നെ അമ്മേന്നെ വിളിച്ചു പോകരുത്. അയ്യോ, എനിക്ക് ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നില്ല. നിന്നെ ഞാൻ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടി, അനങ്ങാതെ കിടക്കാനല്ലേ പറഞ്ഞ അവിടെ? ആ കൊച്ച ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ നീ അവളെ കുറ്റം പറയുന്നത്? ഇവിടെ ആര് രേവതിനെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. നിന്നോടും കൂടിയാ പറഞ്ഞത് എന്നിങ്ങനെ സുധിയോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം പറഞ്ഞു സുധി, ഇവള് കാരണമല്ലേ അമ്മയ്ക്കിപ്പോ ഇതൊക്കെ സംഭവിച്ചത്. അവള് കാരണം എന്ത് സംഭവിച്ചെന്നാ പറഞ്ഞത്? അല്ല, ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞ് രേവതി പുറകെ നടന്നോ? ഇല്ലല്ലോ, പുറകെ ഒന്നും നടന്നില്ലല്ലോ. ഇവൾ ആരും കാണാതെടുത്ത് കട്ട് കുടിച്ചതല്ലേ. അവളുടെ ഭർത്താവിന്റെ കുടി നിർത്താൻ വേണ്ടി അവള് ജ്യൂസില് മരുന്ന് കലർത്തി വെച്ചു. അത് എന്തിനാ ഇവളെടുത്ത് കുടിച്ചത്? ആരാ പറഞ്ഞത് ഇവളോട് അതെടുത്ത് കുടിക്കാനായിട്ട്? ആരെങ്കിലും പറഞ്ഞോ? അടുക്കള ഉണ്ടാക്കി വെച്ചത് ആർക്കുള്ളതാണെന്ന് ചോദിച്ചിട്ട് എടുത്തു കുടിക്കണം. പിന്നെ ഭർത്താവിന്റെ മോശം സ്വഭാവം നിർത്താൻ വേണ്ടി അവളൊരു നല്ല കാര്യം ചെയ്തതല്ലേ. ഈ നിൽക്കുന്ന സച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാലോ. ഇവിടെ ഏറ്റവും കൂടുതൽ അപമാനപ്പെട്ട് നിൽക്കുന്നത് രേവതിയാ. രേവതി അവന്റെ കുടി നിർത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അതിനെ തെറ്റ് പറയാനൊന്നും ഇവിടെ ആർക്കും പറ്റത്തില്ലെന്ന്. ഏതായാലും നമ്മുടെ സച്ചി ഇവിടെ നിന്ന് വല്ലാണ്ടങ്ങ് ആവുകയുണ്ട്. കാരണം സച്ചി കാരണമാണല്ലോ ഇതൊക്കെ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഒരാൾ കുടിക്കുമ്പം അവന്റെ ശരീരവും മനസ്സും ഒക്കെ കെട്ടുപോകും, പക്ഷെ ജീവിതം തന്നെ കെട്ടുപോകുന്ന ഒരാളുണ്ട്.
അതെ അവന്റെ ഭാര്യ. അത് മനസ്സിലാക്കിയിട്ട് വേണം കുടിയന്മാരൊക്കെ കുടിക്കാനായിട്ട്, കുടുംബജീവിതം നശിപ്പിക്കാനായിട്ടുണ്ടായ ചെലവന്മാര്. ദേ ഇവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ രേവതി മോൾ അങ്ങനെ ചെയ്തത്, അല്ലാതെ ആർക്കും ഒരു ദ്രോഹം വരണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും അല്ല. അവളെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, നമ്മള് അവൾക്കൊപ്പം നിൽക്കുക വേണ്ടത്, അവൾക്കൊപ്പം നിന്ന് ഇവന്റെ കുടി മാറ്റുക വേണ്ടത്, അല്ലാതെ ദേ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ല. അതുകൊണ്ട് ആരും ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇനി രേവതിനെ കുറ്റപ്പെടുത്തരുത്, രേവതിയുടെ ഭാഗത്താണ് ശരി. അതുകൊണ്ട് ഇനിയെങ്കിലും ചിലർക്കൊക്കെ നല്ല ബുദ്ധി വന്നാൽ നല്ലത് എന്ന് നമ്മളെ സച്ചിൻ നോക്കി തന്നെയാട്ടോ പറഞ്ഞത്. സച്ചിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ അവിടെ കിടന്ന് പിടയ്ക്കുകയാണ് കേട്ടോ. ചന്ദ്രയുടെ വയറിന് അങ്ങോട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടില്ല, മരുന്നൊക്കെ കഴിച്ചതല്ലേ ഉള്ളൂ. അപ്പൊ പതുക്കെയല്ലേ വയറൊക്കെ ഒന്ന് സെറ്റപ്പ് ആയിട്ട് വരത്തുള്ളൂ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ. സച്ചി വെളിയിൽ ഇറങ്ങിപ്പോയി. ഇനിയിപ്പൊ അവിടെ നമ്മുടെ സച്ചി നിന്ന സച്ചിക്ക് വലിയ റോളൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ഏതായാലും രേവതി ഈ സമയത്ത് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോവുക. ഏതായാലും രേവതിയുടെ മനസ്സ് അനുവദിച്ചില്ല. സച്ചി അങ്ങ് പോയപ്പോഴത്തേക്കും രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. ഏതായാലും സച്ചി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് സച്ചി പറഞ്ഞു, ദേ ഞാന് ഒരു മുഴുക്കുടിയനാണോ രേവതി? നീ എന്നെ അങ്ങനെയല്ലേ കാണുന്നത്? അല്ല, ഞാനൊരു മുഴുക്കുടിയൻ തന്നെയാണ്. നീ അതുകൊണ്ടാണല്ലോ കുടി മാറ്റാൻ മരുന്നൊക്കെ പോയി മേടിച്ചോണ്ട് വന്നത്. ചില ആളുകളെ മൂക്കറ്റം കുടിച്ച് റോഡരികില് ഇങ്ങനെ വീണൊക്കെ കിടക്കുന്നത് കാണില്ലേ രേവതി? ദേ അവരുടെയൊക്കെ കുടി നിർത്താൻ വേണ്ടിയേ അവരുടെ ഭാര്യമാര് ഇങ്ങനെ ഓരോ മരുന്നൊക്കെ കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പം നിന്റെ മനസ്സില് ഞാനൊരു കുടിയനായിട്ട് മാറിയല്ലേ? അതുകൊണ്ടാണല്ലോ നീ എനിക്ക് മരുന്ന് തന്നത്. അത് പിന്നെ സച്ചേട്ടാ, ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ, സച്ചേട്ടൻ ഒരിക്കലും ഞാനൊരു കുടിയനായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കുടിയനായി പോവില്ലേ? പിന്നെ ദേ സച്ചേട്ടന് എന്നെങ്കിലും ഇനിയിപ്പോ കുടിയനായാലോ എന്നുള്ളൊരു പേടി കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതും മരുന്ന് തരാനായിട്ട് നോക്കിയതും. അല്ലാതെ സച്ചേട്ടൻ ഒരു കുടിയനല്ലാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അവസ്ഥയിൽ നിന്ന് സച്ചേട്ടനൊന്ന് ചിന്തിച്ചു നോക്ക. ആ വീഡിയോ കാരണം നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്കും ഇപ്പം എല്ലാവർക്കും അപമാനമല്ലേ? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയല്ലേ? നിങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും ചോദ്യം ചെയ്യില്ലേ? അതുപോലെ ഞാൻ പുറത്തിറങ്ങിയാലും അച്ഛൻ ഇറങ്ങിയാലും എല്ലാവരും പുറത്തിറങ്ങിയാലും ചോദ്യം ചെയ്യും. എനിക്കറിയാം. പിന്നെ സച്ചേട്ടൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനായിട്ട് നിന്നിട്ടില്ല. സച്ചേട്ടൻ വീണ്ടും വീണ്ടും കുടിക്കും. വീണ്ടും കുടി തുടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമോ സച്ചേട്ടൻ കുടിച്ചില്ലാണ്ടാവുന്നത് എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ ഞാൻ മരുന്ന് പോയി മേടിച്ചത്. അത് വേറൊന്നിനും അല്ല. ഞാൻ കുടിച്ചിട്ടില്ലെന്ന് എത്ര തവണയാ രേവതി നിന്നോട് പറഞ്ഞത്? അച്ഛനോട്, നിന്നോട്, സുധിയോട്, ശ്രീകാന്തിനോട്. അവരൊന്നും വിശ്വസിക്കണ്ട. നീ എന്താ വിശ്വസിക്കാത്തത്? വിശ്വസിക്കാൻ തെളിവുണ്ടോ? പക്ഷെ വിശ്വസിക്കാതിരിക്കാൻ തെളിവുണ്ട് താനും, ഇല്ലേ സച്ചേട്ടാ? അതുകൊണ്ടല്ലേ എല്ലാവരും സച്ചേട്ടൻ പറയുന്നത് വിശ്വസിക്കാത്തത്. അതെ, ഒരിക്കലും കുടിക്കാത്ത ആളൊന്നും അല്ലല്ലോ ഈ പറയുന്നത്, കുടിക്കാറുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഈ ഒരു തെളിവും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ വിശ്വസിക്കാതിരിക്കുക? വിശ്വസിച്ചു പോകില്ലേ? സച്ചേട്ടനോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ കുടിക്കരുതെന്ന്? അതൊന്നും സച്ചേട്ടൻ കേൾക്കാറില്ലല്ലോ. കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. അത് പിന്നെ ചില വിഷമങ്ങൾ വരുമ്പം എൻ്റെ രേവതി കുടിച്ചു പോകും അത് മറക്കാന്. അല്ലാതെ അല്ലാതെ ഞാൻ സ്വയമേ തോന്നി കുടിക്കുന്നൊന്നുമല്ല. അത് അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനൊന്നും അല്ല. ദേ അത് കുഴപ്പമില്ലെന്ന് വെക്കാം. ഇതിപ്പം കുടിക്കാതെ ഞാൻ കുടിച്ചെന്ന് പറയുമ്പം എൻ്റെ മാനസികാവസ്ഥ നീ ചിന്തിച്ച് നോക്കിയേ. അല്ല സച്ചേട്ടൻ കുടിക്കാതെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം സച്ചേട്ടന് വിഷമമുണ്ടായി. അപ്പൊ സച്ചേട്ടൻ കുടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ എന്നെയും അച്ഛനെയൊക്കെ അപമാനിക്കുമ്പം ഞങ്ങൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും സച്ചേട്ടാ? അത് സച്ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. അല്ല, കഴിഞ്ഞ ദിവസം കുടിക്കാനായിട്ട് എന്ത് വിഷമം സച്ചേട്ടൻ ഉണ്ടായത്? എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയത്തില്ലേ? ഒരാളോട് വിഷമം തുറന്നു പറഞ്ഞാൽ മനസ്സിലെ വിഷമം മാറത്തില്ലേ? അല്ലാതെ ബാറിൽ പോയി കുടിക്കുകയാണോ ചെയ്യേണ്ടത്? എന്ത് വിഷമം ഉണ്ടായത്? കഴിഞ്ഞ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല രേവതി, കുടിച്ചിട്ടില്ല, അതാ സത്യം. ഇത് ഞാൻ എത്ര തവണ പറയണം? എവിടെ പോയി ഞാൻ തെളിയിക്കണം? നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ രേവതി, അത് ഓർത്തിട്ടാ എനിക്ക്. ദേ നിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വിശ്വസിക്കില്ല, ഈ സച്ചിനെ ആരും വിശ്വസിക്കില്ല. സച്ചി അങ്ങനെയാ. സച്ചിനെ ഇതുവരെ ആരും വിശ്വസിച്ചിട്ടുമില്ല. അച്ഛനായിരുന്നു എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അച്ഛനും എന്നെ വിശ്വാസമില്ല. പിന്നെ
ഒരാളെ എങ്ങനെ കണ്ടു തുടങ്ങുന്നോ മരിക്കുന്നത് വരെ അയാളെ അങ്ങനെ കാണത്തുള്ളൂ. എന്നെയും നീ എങ്ങനെയാ കണ്ടിരുന്നത്? ആദ്യം നീ എന്നെ കണ്ടിരുന്നത് ഒരു മുഴുക്കുടിയനായിട്ടും ഒരു പിടിച്ചുപറിക്കാരനായിട്ടും ഒരു ദുഷ്ടനായിട്ടും ഒരു ഗുണ്ടയായിട്ടും ഒക്കെയല്ലേ? ആ മനസ്സിൽ ചിത്രം ഇതുവരെ നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നിനക്ക് ഇപ്പോഴും ഇങ്ങനെ തോന്നുന്നത്. പിന്നെ പണ്ടേ ടാക്സി സ്റ്റാൻഡിൽ ഒരു ഒരു സംഭവം ഉണ്ടായി. ഒരു ആള് ബസ് സ്റ്റോപ്പിലെ കുഴഞ്ഞു വീണു. വല്ലപ്പോഴും ഒക്കെ കുടിക്കുന്ന ആളാ കുഴഞ്ഞു വീണത്. അന്ന് അയാള് കുടിച്ചിട്ടും ഇല്ലായിരുന്നു. അയാള് കുടിച്ചിട്ടില്ലെന്ന് ആർക്കും അറിയത്തുമില്ലായിരുന്നു. പക്ഷെ കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണെന്ന എല്ലാരും കരുതിയത്. അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോയി. ആരും മൈൻഡ് ചെയ്തില്ല. ആള് അവിടെ കിടന്ന് മരിച്ചു. എന്ത് ചെയ്യാനാ? ആരെങ്കിലും രക്ഷിക്കാനായിട്ട് ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു. പക്ഷെ ആരും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. ചിലപ്പോഴേ എന്റെയൊക്കെ ഗതി ഇത് തന്നെ ആയിരിക്കും അല്ലേ രേവതി? അയ്യോ സച്ചേട്ടൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? സച്ചേട്ട ഇങ്ങനെ പറയാതെ. ഇപ്പൊ എല്ലാവരുടെയും മുമ്പില് ഞാനൊരു മുഴുകുടിയനല്ലേ രേവതി? കുടിയന്മാർക്ക് ഒരു വിലയും ഇല്ലല്ലോ നിന്റെ മുമ്പിലും അച്ഛന്റെ മുമ്പിലും. ഇനി കുടിയൻ എന്ന പേര് മാറാത്തെടുത്തോളം ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ സച്ചിനെ എല്ലാവരും നോക്കി കാണുന്നത്. ഇങ്ങനെയൊന്നും പറയാതെ സച്ചേട്ട എന്താ സച്ചേട്ട ഇത്? സച്ചേട്ടൻ മുഴുകുടിയനല്ല. സച്ചേട്ടൻ കുടിയനല്ല, എനിക്കറിയാം. നിനക്കറിയാം. നീ ഇപ്പം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. നിന്റെ മനസ്സിൽ ഞാനൊരു മുഴുകുടിയൻ തന്നെയാ. സച്ചേട്ടൻ കരയാതെ സച്ചേട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ കരഞ്ഞ് നമ്മുടെ രേവതിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അത്രയും സങ്കടമായിപ്പോയി നമ്മുടെ സച്ചിക്ക്. കുടിച്ചിട്ടുമില്ല. കുടിക്കാതെ കുടിച്ചു എന്ന് പറയുകയും ചെയ്തു, നാട്ടുകാർ അറിയുകയും ചെയ്തു. ഇനിയിപ്പൊ കുടിച്ചായിരുന്നെങ്കിൽ ഇത്ര വിഷമവും വരത്തില്ലായിരുന്നു. എന്തായാലും നമ്മുടെ സച്ചി രേവതിയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് അങ്ങനെ രേവതിയുടെ മടിയിൽ അങ്ങോട്ട് കിടന്ന് നമ്മുടെ സച്ചി കരച്ചില്. രേവതി ഞാൻ കുടിച്ചിട്ടില്ലേ, രേവതി ഞാൻ കുടിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കണ്ടിട്ട് രേവതിക്ക് സഹിക്കുമോ? രേവതി ഭയങ്കര കരച്ചിൽ. അങ്ങനെ കാറി ഇങ്ങനെ ഇരിക്കുന്ന രണ്ടുപേരെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് നയനയുടെയും ആദർശന്റെയും കഥയാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയല്ലേ? ഇന്ന് നമ്മൾ കറക്റ്റ് 6:53 ഇടുന്നതായിരുന്നു. കുറച്ച് ലേറ്റ് ആയി പോയെന്നേ. അപ്പോൾ എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അപ്പം ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.